നമസ്കാരം, വൺ ആൻഡ് ഓൺലി സ്പോർട്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ത്യൻ ഇതിഹാസത്തിന് ലോക റെക്കോർഡ്. ചരിത്രത്തിലാദ്യം ഇങ്ങനെയൊരു റെക്കോർഡ്. ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ 280 റൺസിന്റെ തകർപ്പൻ ജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ഇന്ത്യയുടെ 515 റൺസ് എന്ന വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ബംഗ്ലാ കടുവകൾ 234 റൺസിൽ തീർന്നു. ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ 376 റൺസിന് പുറത്തായപ്പോൾ ബംഗ്ലാദേശിന് നേടാനായത് 149 റൺസ് മാത്രമായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ ബുംറ 4 വിക്കറ്റും സിറാജ്, ജഡേജ, ആകാശ് ദീപ് എന്നിവർ 2 വിക്കറ്റും നേടി മികച്ച പ്രകടനം തന്നെ പുറത്തെടുത്തു. രണ്ടാം ഇന്നിംഗ്സിൽ 287 റൺസിന് 4 വിക്കറ്റ് എന്ന നിലയിൽ ഇന്ത്യ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തു. ഇന്ത്യക്കായി പന്തും ഗില്ലും സെഞ്ചുറി നേടി. ഗിൽ 176 പന്തിൽ പുറത്താകാതെ 119 റൺസും പന്ത് 128 പന്തിൽ 109 റൺസുമാണ് നേടിയത്. ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായി മറ്റൊരു താരം സ്വന്തമാക്കിയത് ചരിത്രത്തിലെ ആദ്യ റെക്കോർഡ്. ഇന്ത്യൻ സൂപ്പർ താരം അശ്വിൻ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും തകർപ്പൻ പ്രകടനം പുറത്തെടുത്തു. ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറിയുമായി അശ്വിൻ തിളങ്ങി. ഇന്ത്യയുടെ മുൻനിര താരങ്ങളെല്ലാം നിറമങ്ങിയപ്പോൾ 133 പന്തിൽ 113 റൺസ് നേടിക്കൊണ്ടാണ് അശ്വിൻ കത്തിക്കയറിയത്. 11 ഫോറും 3 സിക്സും അശ്വിൻ സ്വന്തമാക്കി. രണ്ടാം ഇന്നിംഗ്സിൽ ബൗളിങ്ങിലും 6 വിക്കറ്റുകൾ നേടി അശ്വിൻ കടുവകളെ ഇല്ലാതാക്കി. ഈ തകർപ്പൻ പ്രകടനങ്ങളോടെ ഒരു ചരിത്ര നേട്ടവും അശ്വിൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഒരേ വേദിയിൽ ഒരു മത്സരത്തിൽ സെഞ്ചുറിയും ഫൈവറും നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡാണ് അശ്വിൻ സ്വന്തം പേരിലാക്കിയത്. ഇതിനു മുന്നേ 2021 ഇംഗ്ലണ്ടിനെതിരെ 106 റൺസും 5 വിക്കറ്റുകളും അശ്വിൻ നേടി. ഇന്ത്യക്കായി രണ്ടാം ഇന്നിംഗ്സിൽ ജഡേജ 3 വിക്കറ്റും ബുംറ 1 വിക്കറ്റും നേടി ഇന്ത്യൻ വിജയം അനായാസമാക്കി. ആദ്യ ഇന്നിംഗ്സിൽ അശ്വിന് പുറമെ 124 പന്തിൽ 86 റൺസ് നേടി ജഡേജയും 118 പന്തിൽ 56 റൺസ് നേടി ജയ്സ്വാളും മികച്ച പ്രകടനം തന്നെ പുറത്തെടുത്തു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ഗുഡ് ബൈ.